ഹലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ചോദിക്കാറുണ്ട് എല്ലാവരും സുഖമായിട്ടാണോ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോഴും ചോദിക്കുന്നത്, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള സക്സസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് അറിയാമായിരുന്നു എനിക്ക് മുന്നേ ഭയങ്കരമായ രീതിയിൽ പിമ്പിൾസും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതും. ഞാനത് രണ്ടാമത്തെ വട്ടം വന്നപ്പോൾ ഞാനൊരു ചലഞ്ച് പോലെ ചെയ്തിരുന്നു. ഒരു 21 days പിമ്പിൾ ക്ലിയറിങ് ചലഞ്ച് പോലെ ചെയ്തിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. 21 days അതെനിക്ക് ദൈവ അനുഗ്രഹം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നിങ്ങൾക്കൊക്കെ തന്നെയാണെങ്കിൽ ഇപ്പോൾ കണ്ടാലറിയാം എൻ്റെ മുഖത്ത് പിമ്പിൾസ് ഇല്ല, എന്നാൽ അവിടെ ഇവിടെ ആയിട്ട് പിമ്പിൾ വന്നു പോയ കുറച്ച് പാടുകളും കാര്യങ്ങളുണ്ട്. നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പിമ്പിൾ എന്നുള്ളൊരു സാധനം എൻ്റെ മുഖത്തുനിന്ന് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ ആ ഒരു 21 days ചലഞ്ചിലൂടെ തന്നെയാണ് എനിക്ക് അതിനൊരു മാറ്റം ഉണ്ടായത്. ഞാൻ അത് കഴിഞ്ഞിട്ടും കുറച്ച് നാളും കൂടെ പ്രോപ്പറായിട്ട് ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്ത് പോയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ ഒരു ചലഞ്ചിലേക്ക്. അപ്പോൾ അതേപോലെ തന്നെ ഞാനിപ്പോൾ പുതിയൊരു ചലഞ്ചായിട്ടാണ് വരുന്നത്. ഇതങ്ങനെ 21 days കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒരു 3 days ഉള്ളൊരു ചലഞ്ചാണ് കേട്ടോ. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു സ്കിൻ വൈറ്റനിങ്ങിനും ഒരു ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടാനും അതേപോലെ തന്നെ നമ്മുടെ ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിയിട്ടും നല്ലൊരു ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു 3 days ചലഞ്ചാണ് കേട്ടോ. എല്ലാവരെ കൊണ്ടും പറ്റും. ഒരു 3 ദിവസത്തെ ചലഞ്ചാണ്. അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ മാക്സിമം എടുക്കാൻ നോക്കും. പിന്നെ പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ വേണ്ടി വരും. അത് ഞാൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഇന്നത്തെ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങി വെക്കുകയാണെങ്കിൽ തന്നെ എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിറയെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു കല്യാണ മാസങ്ങളാണല്ലോ ഈ ഒരു ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെയോ നമുക്ക് ഈ ഫങ്ഷൻസോ കാര്യങ്ങളോ വരുമ്പോൾ നമുക്ക് അതിനൊരു 3-4 ദിവസം മുന്നേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ അത്. അപ്പോൾ നമുക്കൊരു ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസം മുന്നെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ്സും അതേപോലെ നല്ലൊരു ഗ്ലോയിങ് സ്കിൻ ആണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കണേ. അത് ഗ്ലോയിങ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഗ്ലോ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു 3 days ചലഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഫെസ്റ്റിവൽ സീസൺസിലേക്ക് ഇനിയിപ്പോൾ ഉത്സവങ്ങൾ വരികയാണ്, കല്യാണങ്ങൾ വരികയാണ്, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ അല്ല, ഒരു ചലഞ്ച്, ഒരു ഫേസ് പാക്കും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ 21 days സ്കിൻ കെയർ ചലഞ്ച് വലിയ രീതിയിൽ അത് കൂടെ നിന്നവരൊക്കെ തന്നെ എന്നെ വിശ്വസിച്ച് ഈ ഒരു ചലഞ്ചിലും കൂടെ കാണണം. പിന്നെ ഇത് പിമ്പിൾ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വരരുത്. നിങ്ങൾക്ക് പിമ്പിളിനായിട്ടുള്ളൊരു ചലഞ്ച് 21 days ഞാൻ ചെയ്തിട്ടുണ്ട്, അതേ ചെയ്യാൻ പാടുള്ളൂ. പിമ്പിൾ ഉള്ളവർ, ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ കുഴപ്പമില്ല, ആക്റ്റീവ് പിമ്പിൾസ് ഇല്ലാത്തവർ മാത്രം ഇത് ചെയ്യുക. ഡ്രൈ സ്കിന്നിനാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചലഞ്ചാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ടത് എന്ന് ഞാൻ ഇന്ന് പറയാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ചൊവ്വാഴ്ച തൊട്ടിട്ട് ഒരു 3 day, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം, ഈ 3 ദിവസം നമുക്കൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ 3 ദിവസം കൊണ്ടുപോകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇന്നിപ്പം ശനിയാഴ്ച ആണല്ലോ നിങ്ങൾ കാണണേ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അതായത് പുറത്തുനിന്ന് വാങ്ങി വെക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ചിലതൊക്കെ ഇതിൽ നിങ്ങളുടെ വീട്ടിലുള്ളതായിരിക്കും, ഇല്ലാത്തതാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞായറാഴ്ച ദിവസം മിക്കവരും ഫ്രീ ആയിട്ട് പുറത്ത് പോയി വാങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ പോയി ഇത് പുറത്തുനിന്ന് വാങ്ങുക. എന്നിട്ട് നമ്മൾ മൺഡേ ഒരു ദിവസവും കൂടെ നമ്മൾ ടൈം കൊടുക്കുകയാണ് കേട്ടോ. ഒരു ചൊവ്വാഴ്ച തൊട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വരും. നിങ്ങളത് അടുത്ത ദിവസം തൊട്ട്, അതായത് ഞാൻ ചൊവ്വാഴ്ച കാണിക്കുന്ന സാധനങ്ങൾ അന്ന് നിങ്ങളുടെ കയ്യിൽ ആ സാധനമൊക്കെ ഉണ്ടെങ്കിൽ അന്ന് തന്നെ ചെയ്തു. ഇല്ലെങ്കിൽ ഒരു ബുധനാഴ്ച തൊട്ടിട്ട് ഞാൻ കാണിക്കുന്നതിൻ്റെ അടുത്ത ദിവസം തൊട്ടിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മളൊരു സ്കിൻ കെയർ ചലഞ്ചോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പ്രോഡക്റ്റ് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളിപ്പോൾ എന്തൊക്കെയെന്ന് പറഞ്ഞാലും നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തുകൂടെ ടെറി ഇങ്ങനെ പുറമെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ. കാര്യമാക്കണ്ട, ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ. അപ്പം നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നതിൽ നമുക്കൊരു ഗ്ലോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്നറായിട്ട് വരേണ്ട ഒരു സംഭവം കൂടാണ്. അതിലൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളിലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 5 daysലേക്കുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയണേ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ജങ്ക് ഫുഡും കാര്യങ്ങളും കഴിക്കാതിരിക്കുക. പിന്നെ നല്ല പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ്, ഒരു 6
hours എങ്കിലും ഉറങ്ങാൻ നോക്കുക ഡെയിലി കേട്ടോ. അതിപ്പോൾ രാത്രി തന്നെ കറക്റ്റായിട്ട് വേണമെന്നില്ല, നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങുന്നത് ആ ഉറങ്ങിയിട്ട് എണീക്കുന്നത് കുറഞ്ഞത് ഒരു 6 മണിക്കൂർ ടൈം നിങ്ങൾ നല്ല രീതിയിൽ ഉറങ്ങാൻ നോക്കുക കേട്ടോ. നിറയെ വെള്ളം കുടിക്കുക. ഈ 3 കാര്യങ്ങളും ചെയ്താൽ തന്നെ സ്കിന്നിന് നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾ നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ ഒരു റൂള് പോലെ എടുക്കണം കേട്ടോ. അതായത് നിങ്ങൾ കറക്റ്റ് ടൈമിൽ ഒരു 6 മണിക്കൂർ ഉറങ്ങുക, കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക, അതേപോലെ തന്നെ ജങ്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒഴിവാക്കുക. ഷുഗറും അത്യാവശ്യം ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ 5 ദിവസവും, അതായത് ഞാൻ 3 ദിവസത്തേക്കുള്ള ചലഞ്ചാണ് കാണിക്കുന്നതെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു 5 ദിവസം നിങ്ങൾ ചെയ്യുക കേട്ടോ. നമുക്കിതിലേക്ക് ഈ ഒരു സംഭവം കണ്ടോ, ഇത് വൈറ്റമിൻ സി ഫേസ് ക്രീമാണ് കേട്ടോ. വൈറ്റമിൻ സി ഫേസ് ക്രീം. ഓക്കെ, ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തതാണ്. നിങ്ങൾക്കറിയാം എൻ്റെ ഒരു നൈറ്റ് ക്രീം ഉണ്ട്, അത് ഓൾറെഡി ഭയങ്കര ഹിറ്റാണ്. നമ്മുടെ ഹോം മെയ്ഡ് നൈറ്റ് ക്രീം ആൽമണ്ടൊക്കെ വെച്ച് ചെയ്യുന്നത്. നിങ്ങൾ അതിൻ്റെ കമൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഭയങ്കര റിസൾട്ടും കാര്യങ്ങളും കിട്ടിയ ഒരുപാട് പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്ന വൈറ്റമിൻ സി ഡേ ക്രീമാണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാ ടൈപ്പ് സ്കിന്നിനും ഇത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു 5 ദിവസവും നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസം, ഇതൊരു 5 ദിവസത്തേക്ക് കാണും കേട്ടോ. നമ്മൾ ഡെയിലും നൈറ്റ് ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേയും ഈ ഒരു സംഭവമായിരിക്കണം നമ്മൾ മോയ്സ്ചറൈസറായിട്ട് മുഖത്ത് പുരട്ടേണ്ടത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഐറ്റവും ഇതിലില്ല കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടാം കേട്ടോ. അതായത് ഞായറാഴ്ച നിങ്ങൾക്ക് ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വരും. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു സംഭവം കാണിക്കാം. ഒരു ഡീറ്റോക്സിഫൈങ് ഒരു വാട്ടറാണ് കേട്ടോ. നമുക്കത് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള ഒരു വാട്ടറാണ്. നമുക്കിതിലൊരു ക്യൂബ്, ഇത് ഐസാവും കേട്ടോ. ഇത് ക്യൂബ് എടുത്തിട്ട് ഡെയിലി നമ്മൾ കുടിക്കേണ്ട ഒരു വെള്ളമാണ് കേട്ടോ. രാവിലെ എണീക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നെയോ ഈ ഒരു ക്യൂബ് എടുത്തിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഇട്ട് കുടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇത് രണ്ടും അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് അല്ല. ഇത് രണ്ടും നമ്മൾ ഈ 5 ദിവസം ഫോളോ ചെയ്യാൻ നോക്കണം. കാരണം നമുക്ക് ഒരു ഗ്ലോ എന്ന് പറയുന്നത് പുറത്തുനിന്ന് എന്തെങ്കിലും ചെയ്തിട്ട് മാത്രം കിട്ടേണ്ടതല്ല. നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ആഹാരങ്ങളിൽ കൂടിയും നമുക്ക് ഒരു ഇന്നർ ഗ്ലോ നമ്മുടെ ഫേസിലൊക്കെ കിട്ടാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള 2 സംഭവങ്ങളാണ് ഇത്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് നാളെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങി ചെയ്യാം. നാളെ ഒരു 9:30 ആകുമ്പോൾ ആ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് നാളെ കാണാം. അത് 2 സെപ്പറേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടാലോ. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു 1-2 ഓറഞ്ച് നിങ്ങളുടെ കയ്യിൽ എന്തായാലും കാണണം കേട്ടോ. അത് നാളത്തേക്ക് ആവശ്യമുള്ള സാധനമാണ്. 1-2 ഓറഞ്ച് മതി കേട്ടോ. ഒരു ഓറഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. ഒരു ഓറഞ്ചെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വെക്കുക കേട്ടോ. ഓറഞ്ച് വേണ്ട, നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി മതി. പിന്നെ നമുക്ക് വേണ്ട ഒരു സംഭവമാണ് ഗ്ലിസറിൻ. നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ വെറും 20, 30, 50 രൂപയൊക്കെ കൊടുത്തു തന്നെ ഗ്ലിസറിൻ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പുറത്തൊന്നും പോയി വാങ്ങാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇതിൽ പറയുന്ന മിക്ക പ്രോഡക്ട്സും ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അത് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് പ്രോഡക്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വേണമെങ്കിലും വാങ്ങാം കേട്ടോ. ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ വേണ്ടവർക്ക് ഈ ടാഗ് നോക്കിയിട്ട് നല്ല പ്രോഡക്ട്സുകൾ ഞാൻ ഏതാണോ വാങ്ങിയത് അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയും വാങ്ങാം. ഇല്ലെങ്കിൽ നമുക്ക് വെളിയിലെ കടകളിൽ നിന്നും വാങ്ങാം കേട്ടോ. അപ്പോൾ ഒരു ഓറഞ്ച് എന്തായാലും കയ്യിൽ വെക്കുക. ഗ്ലിസറിൻ ചെറിയ ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്ലിസറിൻ നമ്മുടെ കയ്യിലുള്ളത് തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിയാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ റോസ് വാട്ടർ വേണം കേട്ടോ. റോസ് വാട്ടർ ആമസോണിൽ നിന്നാണ് നല്ലതുള്ളത്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ പോയാലും ഗ്ലിസറിൻ ടാബറിൻ്റെ ഒക്കെ കിട്ടും കേട്ടോ. ആമസോണിലും നല്ല ഓഫേഴ്സിൽ കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ റോസ് വാട്ടർ ഒരെണ്ണം വാങ്ങി വെക്കുക. നിങ്ങൾ ഇതൊരു പേപ്പർ എടുത്ത് എഴുതുകയാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ നിങ്ങൾക്ക്. അപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഓറഞ്ച് വേണം, ഗ്ലിസറിൻ വേണം, റോസ് വാട്ടർ വേണം, കുറച്ച് ഇഞ്ചി വേണം കേട്ടോ. കുറച്ച് ഇഞ്ചി, കുറച്ച് നെല്ലിക്ക വേണം, ഒരു പിടി കറിവേപ്പില വേണം. ഇതൊക്കെ എന്തിനാണെന്ന് ഞാൻ പിന്നെ പറയട്ടെ. നിങ്ങൾ ഏതും കറി വെക്കാനാണ്, അല്ല ഇതൊക്കെ ഞാൻ റഫായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ട സംഭവമാണ് മുൾട്ടാനി മിൾട്ടിയാണ് കേട്ടോ. ഇത് ഒരു പാക്ക് നമുക്ക് ചെറുത് ഒരെണ്ണം വേണം. ഇപ്പോഴത്തെ അങ്ങാടി കടകളിൽ പോയാലോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലാണെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിലാണെങ്കിലും മുൾട്ടാനി മിട്ടി കിട്ടാറുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് വാങ്ങിയാലും മതി കേട്ടോ. പിന്നെ
ബദാം വേണം കേട്ടോ, ബദാം ഇത്രയൊന്നും വേണ്ട, നമുക്ക് വെറും ഒരു 10 ബദാമിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. നിങ്ങളൊരു 100 ഗ്രാം ആയാലും എവിടെന്നെങ്കിലും വാങ്ങി കിട്ടുകയാണെങ്കിൽ വെക്കുക. ബദാം സ്കിൻ വൈറ്റനിങ്ങിന് അടിപൊളി സാധനമാണ് കേട്ടോ, സ്കിൻ ഗ്ലോ ആവാനായിട്ടുള്ളത്. അപ്പോൾ ഒരു 10 ബദാമിൻ്റെ ആവശ്യം നമുക്കുള്ളൂ. അപ്പോൾ നിങ്ങളൊരു 10 ബദാം എങ്ങനെയെങ്കിലും ഒപ്പിക്കുക. ഇപ്പോൾ തന്നെ വേണമെന്നില്ല, നമുക്കിതൊക്കെ ലാസ്റ്റ് ഡേയിലേക്കാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി മുന്നേ ഒരു ഡ്രിങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കറുത്ത ഉണക്ക മുന്തിരിയാണ് കേട്ടോ. ഇത് കറുത്ത ഉണക്ക മുന്തിരിങ്ങ ഇട്ടിട്ടുള്ള ഡ്രിങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് വാങ്ങാം. ഇതാണ് കേട്ടോ സംഭവം. നമുക്ക് ഇത് ഒരു 10 മതിയാവും കേട്ടോ. ഇതും ഇത്രയും എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് എടുത്തതാണ്. നമുക്കിപ്പോൾ ഒരു ഉണക്കമുന്തിരിങ്ങ ഒരു 10 വേണം, ബദാം ഒരു 10 വേണ്ടി വരും. അത്രേൻ്റെ ആവശ്യമുള്ളൂ. ചെറിയ പാക്കറ്റൊക്കെ കിട്ടും. ഉണക്കമുന്തിരിങ്ങ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക, കറുത്ത ഉണക്കമുന്തിരിങ്ങ തന്നെ വാങ്ങാൻ നോക്കണം കേട്ടോ. കുരു ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ മറ്റേ ഗ്രീൻ കളർ ഉണ്ടല്ലോ അത് പാടില്ല, കറുത്തത് തന്നെ വേണം കേട്ടോ. പിന്നെ അടുത്തതാണ് ഹണി. ഇത്രയൊന്നും വേണ്ട, ചെറിയൊരു പാക്കറ്റ് മതി. 23 രൂപയൊക്കെ കൊടുത്താൽ തന്നെ നമുക്ക് ചെറിയ ഹണി കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹണി വാങ്ങി വെക്കുക കേട്ടോ, അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അങ്ങാടിക്കടയിൽ നിന്നോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ കിട്ടാറുള്ളൊരു സാധനമാണ് ഇരട്ടി മധുരം പൊടിയാണ് കേട്ടോ. ഇത് ലിക്കറൈസ് പൗഡർ എന്ന് പറഞ്ഞാലും വാങ്ങിക്കാൻ കിട്ടും. ഇതൊരെണ്ണം വേണം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി. ഇതൊക്കെ ഭയങ്കര റേറ്റ് കുറഞ്ഞ സാധനങ്ങളാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങി വെക്കുക. പിന്നെ നമ്മുടെ വീട്ടിലുള്ള തക്കാളി, കുറച്ച് ശർക്കര, ഒരു നുള്ളു ശർക്കര, ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതൊക്കെ നമ്മുടെ വീട്ടിൽ നോർമലായിട്ടുള്ള സാധനങ്ങളാണ്. അതൊക്കെ നമുക്ക് ഓരോ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോകാം കേട്ടോ. അപ്പം പുറത്തുനിന്ന് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് വാങ്ങി വെക്കേണ്ട ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഒന്നും കൂടെ ഞാൻ പറയാം. ഇരട്ടി മധുരത്തിൻ്റെ പൊടി, ഇതൊരു പാക്കറ്റ് എനിക്ക് 50-60 രൂപയായതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പാക്കറ്റിന് ഇരട്ടി മധുരം പൊടി, ലിക്വറൈസ് പൗഡർ എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു ചെറിയ പാക്കറ്റ് തേൻ, മുൾട്ടാണി മുൾട്ടി, ഇതും ഒരു 30-40 രൂപയ്ക്കൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം കേട്ടോ. പിന്നെ ഒരു 10 ബദാം, ഒരു 10 ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരി, ഗ്ലിസറിൻ ഒരു ചെറിയ ഇത്, റോസ് വാട്ടർ, ഒരു ഓറഞ്ച്, ഇത്രയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഒരു സാധനവും കൂടെ ഉണ്ട്, നമ്മുടെ ആലുവേറ ജെല്ലാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ധാത്രിയുടെ ആണ്. ഇതൊരു ചെറുതാണ്, ഇതൊരു 50 രൂപയുടെ ബോട്ടിലാണ് കേട്ടോ. പക്ഷേ ഇത് നഷ്ടമാണ് കേട്ടോ. കാരണം ഞാൻ ആമസോണിൽ നിന്ന് വലിയ ബോട്ടിൽ വാങ്ങിയത് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട്. അതിനെനിക്ക് 150 എത്ര രൂപയ്ക്ക് ആയതേ ഉള്ളൂ. ഇതിലൊട്ടും ഇല്ല കേട്ടോ. ഈ കുപ്പി ആണെന്നെങ്കിലും ഇത്രയും പോലും ഇതിനകത്ത് ഇല്ല കേട്ടോ. അതാ ലാഭം. അത് ഞാൻ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അത് വാങ്ങും കേട്ടോ. കാരണം അത് ലാഭമാണ്. നമുക്ക് ആലുവേറ ജെല്ല് ഭയങ്കര നല്ലതാണ് കേട്ടോ. ധാത്രിയുടെ എനിക്ക് അത്രയും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഒരു ചെറിയ ആലുവേറ ജെല്ല് വാങ്ങാം. ഇനിയിപ്പോൾ അതല്ല, ബഡ്ജറ്റിൽ നോക്കുകയാണെങ്കിൽ ഇത് വെറും 50 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നല്ലൊരു ഗ്ലോയിങ് സ്കിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം മുന്നേ ഉള്ള ചലഞ്ചിൽ എന്നെ വിശ്വസിച്ച് നിന്നവർക്ക് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം. എൻ്റെ അന്നത്തെ ചലഞ്ചിലുള്ള എൻ്റെ ഫേസും ഇപ്പോഴത്തെ ഫേസും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്തോരം ക്ലിയർ ആയി എന്നുള്ളതും എന്തോരം ഒരു ബ്രൈറ്റ്നസ്സും ഒരു ഗ്ലോയിങ് ഒക്കെ വന്നെന്നുള്ളതും നിങ്ങൾക്കറിയാം കേട്ടോ. അത് എൻ്റെ ഈ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ മാത്രമല്ല, എനിക്കും ഇനി ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഒരു ഗ്ലോ വേണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചലഞ്ച് പോലെ തന്നെ ചെയ്യാമെന്ന് കരുതി. കാരണം കുറേ പേര് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ചേച്ചി ഇങ്ങനെ ചലഞ്ച് പോലെ ചെയ്യുകയാണെങ്കിൽ ഒരാൾ കൂടെ ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മളും ചെയ്യും, അതുകൊണ്ട് ചലഞ്ച് പോലെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ കരുതി ഓക്കെ നമുക്കൊരു ചലഞ്ച് പോലെ തന്നെ ഇത് ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ കാണണം. നമ്മൾ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് നമ്മുടെ 1, 2, 3 ഡേ 3 വരെയുള്ള 3 ഡേയ്സ് ചലഞ്ച് നമ്മൾ സ്കിൻ കെയർ വൈറ്റനിങ് ആൻഡ് ഗ്ലോയിങ് സ്കിൻ കെയർ ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നാളെ നമ്മൾ ഈ ത്രൂ ഔട്ട് 3 ഡേയ്സും ഇടേണ്ട ഒരു മോയ്സ്ചറൈസറും പിന്നെ ഒരു ഉള്ളിൽ നിന്ന് കുടിക്കേണ്ട ഒരു ഡീറ്റോക്സിഫൈങ് ഡ്രിങ്കും ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ വീഡിയോയും കാണാൻ മറക്കരുത്. നാളെ 9 മണിക്ക് ആ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഔട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണുക. എന്നിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണോ വേണ്ടത് ഇതൊക്കെ വാങ്ങി വെക്കുക. ചൊവ്വാഴ്ച നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ട് പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ചലഞ്ചിന് കൂടാൻ താല്പര്യമുള്ളവരൊക്കെ എൻ്റെ മുന്നത്തെ സ്കിൻ കെയർ ചലഞ്ചും എൻ്റെ വെയിറ്റ് ലോസ് ചലഞ്ചും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ചലഞ്ച് തന്നെ ആയിരിക്കും. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ
നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ചലഞ്ചിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം കല്യാണങ്ങളും ഫങ്ഷൻസൊക്കെ വരാണല്ലോ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊന്ന് തിളങ്ങാമെന്നേ. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ റെഡിയാണോ അല്ലേ എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നമ്മുടെ ഒരു ഹോം മെയ്ഡ് വൈറ്റമിൻ സി മോയ്സ്ചറൈസർ എല്ലാ ടൈപ്പ് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. ഇത് കാണാം. അതേപോലെ തന്നെ ഡീറ്റോക്സ് ഡ്രിങ്കായിട്ട് നാളെ കാണാം. ബൈ.